southindia.com. Meow, meow, meow. Mannu meow, meow. Immagan tiyarikka. Ginger cat vannida. Ammi kadiyum tulli kudichumme. Ginger samrajyam payannivan. Nisha veerappichum vashi kadappichum. Ushirode varavanivan. ജിഞ്ചുക്കായി മാറിയിടും പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ജിഞ്ചു വന്നെത്തിടും കാമലാനിടും ഒരു നായകൻ പോലവേ വരുമെന്നും ധീരധീരനായി പോരാടുമേ. ജിഞ്ചു കാറ്റ്സിൽ ഇതുവരെ ട്രൂപ്പ് ഹോപ്പിൽ വന്നതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും അടുക്കളയിലായിരുന്നു. ഈ അടുക്കളയിൽ എന്ത് കുമ്പ് ഓടിക്കാനാ? പക്ഷെ പിന്നീട് ഗ്രാനി എന്നോട് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, ഒരു ജിഞ്ചു കാറ്റ് ആകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ചില്ലറ കാര്യമൊന്നുമല്ല, അതെല്ലാം അവിടെ നിന്നാണ് പഠിച്ചെടുക്കേണ്ടത്. അതായത് നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്. വല്ലതും മനസ്സിലായോ? വളരെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ അടുക്കളയൊക്കെ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ ആ പരീക്ഷയിൽ വിജയിച്ചു. അല്ലെങ്കിൽ ഞാൻ മിടുക്കനാണല്ലോ. ഹാർമണിയുടെ ശക്തി ഭാഗം 1. ലിൽപായ് എഴുന്നേൽക്ക്, രാവിലെ ആയി. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? എനിക്ക് കുറച്ചു നേരം കൂടി ഉറങ്ങണം. ഇന്ന് സമ്മർ ബഗ് ഡേ ആണ്, എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു. എന്ത് സമ്മർ ബഗ് ഡേയോ? സമ്മർ ബഗ് ഡേയുടെ അന്ന് വേനൽക്കാലത്തെ ആദ്യത്തെ ബഗിനെ തന്നെ പിടിക്കണം. നിനക്കൊല്ല അറിയോ? അറിയാം. ബഗ്സിനെ പിടിക്കുന്ന കാര്യത്തിൽ പുപ്പുലിയാണ്. അറിയോ? അറിയില്ല. നിനക്കറിയില്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ മഹാമാരെ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ല അല്ലേ? ഇടയ്ക്ക് ബുക്കൊക്കെ വായിക്കണം കേട്ടോ. നിക്ക്, ഞാൻ ഒന്നും പല്ല് പോലും തേച്ചിട്ടില്ല. നിക്ക്. ഇന്ന് സമ്മർ ബഗ് ഡേ, പർപ്പച്ചയിലെ പരമ്പരാഗത അവധി ദിവസം. ഇന്നത്തെ വിജയിക്ക് ലഭിക്കുന്നത് മധുരമുള്ള മീനുണ്ട്. എല്ലാവരും നന്നായി ചെയ്യൂ. ശരി മാസ്റ്റർ. ബഗ്സിനെ പിടിക്കാനുള്ള ട്രൂപ്പ് ഹോപ്സിന്റെ നിയമങ്ങൾ പറയാൻ മറന്നു. നിയമങ്ങളോ? വിഷമിക്കേണ്ട, ഇത് വളരെ ലളിതമായ നിയമമാണ്. ആ ഒരേ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ആ വൃത്തത്തിന് പുറത്തു പോകാൻ പാടില്ല. ഒരു മിനിറ്റ്. തുടങ്ങട്ടെ. ഓരോ നിയമങ്ങളും കൊണ്ട് വന്നേക്ക. ഇനി ആ ബഗ്സ് ഒക്കെ എപ്പോഴാണാവോ എന്റെ അടുത്ത് വരിക? ഹലോ ബഗ്സ് മോനെ, എന്റെ അടുത്ത് വാ. കമോൺ. എന്താ തമാശയൊക്കെയാണ്?
ഞാൻ പിടിച്ചു എനിക്ക് ആ മീനെടുത്താ ഓ ഈ വട്ടം എന്നെ വട്ട പിടിപ്പിക്കുക. എന്താ എന്തൊക്കെയാ ഈ കാണുന്നേ? അവർ ബഗ്ഗിനെ പിടിക്കാൻ വേണ്ടി വല്ല ഹാർമണി ഉപയോഗിക്കുകയാണോ? ഒരിക്കലുമില്ല. അവര് ബഗ്ഗിനെ പിടിക്കാനല്ല, സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ബഗ്ഗിന്റെ ലാംഗ്വേജ് ഒക്കെ അറിയോ? അതാണ് പവർ ഓഫ് ഹാർമണി. അതെ, അത് എല്ലാറ്റിനോടും ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. അത് നിനക്ക് സാധിക്കണമെങ്കിൽ നീയും ഞങ്ങളെപ്പോലൊരു ജിഞ്ചു കാറ്റായി മാറണം. അതെപ്പോ ആകാൻ കഴിയും? അപ്പൊ ഈ ഹാർമണി യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അല്ലേ? എല്ലാ ബഗ്സിനോടുമായി പറയുന്നു, ഇന്ന് സമ്മർ ബഗ് ഡേ ആണ്. ഇത് നിങ്ങൾക്കുള്ള രുചികരമായ സമ്മാനമാണ്. നിങ്ങൾ ഇത് ആസ്വദിച്ച് കഴിച്ചോളൂ. ബഗ്സിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതും ട്രൂ പോപ്പിലെ ഒരു നിയമമാണോ? അപ്പൊ നിനക്ക് സമ്മർ ബഗ് ഡേയുടെ കഥ അറിയില്ലേ? അതെനിക്കറിയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? ഇന്നത്തെ ദിവസം ബഗ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഭാഗ്യമൊക്കെ ലഭിക്കുമെന്ന് എനിക്കറിയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സമ്മർ ബഗ് ഡേ കർഷകരുടെ അവധി ദിവസമായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും ബഗ്സിന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അവരുടെ കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ മണ്ണിരകൾ മണ്ണിനെ ഫലഭൂഷ്ടമാക്കും. തേനീച്ചകളും ചിത്രശലഭങ്ങളും പരാഗണം നടത്താൻ സഹായിക്കും. മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. ഓ, അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടേതാണെന്നാണ്. മറ്റു ജീവജാലങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ നിലനിൽപ്പ്. എനിക്ക് മനസ്സിലായി. നമ്മൾ എല്ലാ ജീവികളോടും കടപ്പെട്ടിരിക്കണം. അതിപ്പോ എത്ര ചെറിയ പ്രാണിയായാൽ പോലും. അങ്ങനെയല്ലേ ഗ്രാനി? ശരി, ഞാൻ ഈ വർഷത്തെ സമ്മർ ബഗ് ഡേയുടെ വിജയി പ്രഖ്യാപിക്കുകയാണ്. ഈ വർഷത്തെ വിജയി നീയല്ലേ സമ്മാനം നേടിയത്, പിന്നെ എന്തിനാ എനിക്ക് തരുന്നത്? നിനക്ക് ഹാർമണി പാറ്റേൺ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും തരാമെന്ന് വിചാരിച്ചു. എടുത്തോളൂ. എനിക്ക് ഈ പലഹാരം അത്ര ഇഷ്ടമല്ല. ആർക്ക് വേണം നിന്റെ ഒരു മീനുണ്ടാ? ഇതൊക്കെ ഞാൻ ബാലിച്ചേട്ടന്റെ കടയിൽ നിന്ന് ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. കൊണ്ടുവയ്ക്കാം. പച്ചക്കറി നോക്കിയിരിക്കുന്നത്. പ്രകൃതിയോട് സംസാരിക്കാനായി അവൻ ദിവസം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാർമണി പാറ്റേൺ നേടാൻ ശ്രമിക്കുകയാണോ? അതെ. മണ്ടത്തരമല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത ഹാർമണി പാറ്റേൺ സ്വന്തമാക്കാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ ഹാർമണി പാറ്റേൺ കിട്ടുക? ഞാനെന്തിനാ നിന്നെ പഠിപ്പിക്കുന്നേ? താങ്ങി പറഞ്ഞതല്ലേ നിനക്ക് അതിനുള്ള സമയമായിട്ടില്ലെന്ന്. ജീനി ലോകത്തിലെ ഏറ്റവും സുന്ദരിയും സുശീലയും സുമുഖയും സുഭാഷിണിയുമാണ്. ശരി ശരി, അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ സുന്ദരിയും ദയാലുവുമാണെന്ന്. നിന്റെ ബുദ്ധിയും ഏകാഗ്രതയും മൂർച്ഛിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഹാർമണി പാറ്റേൺ കിട്ടുകയുള്ളൂ. ഞാൻ റെഡി. എന്നാ തുടങ്ങാം.
സാർ, നമുക്ക് വേഗത കൂട്ടിയോ? പോരാ പോരാ. ഇതൊക്കെ എനിക്ക് നിസ്സാരം. അയ്യോ വയ്യ, ഞങ്ങളൊന്ന് വിശ്രമിച്ചോട്ടെ. എന്റെ ഹാർമണി പാറ്റേൺ അവിടെ. അറിവിൽ നിന്നാണ് ഹാർമണി പാറ്റേൺ കിട്ടുന്നത്. അതിനാൽ ഹാർമണി പാറ്റേൺ കിട്ടാൻ നീ ചിന്തയിൽ മുഴുകുക. തുടങ്ങാം. ജിൻജു കാറ്റ്സിൽ ഇനി വരുന്നു. ഇല്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. നീ ഒരു ചിഞ്ചു കാറ്റ് ആണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ നിന്റെ പവർ ഓഫ് ഹാർമണി ഉപയോഗിക്കൂ. എനിക്ക് പവർ ഓഫ് ഹാർമണി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. അപകട സമയത്ത് ശാന്തമായി ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കഥ തുടരും. ഹാർമണിയുടെ ശക്തി ഭാഗം 2.